ഹായ് സുഹൃത്തുക്കളെ, ഇത്തവണ ആറ്റുവാൽ പൊങ്കാല എൻ്റെ വീട്ടിൽ ഇടാമെന്ന് വിചാരിച്ച്. കഴിഞ്ഞ തവണയും ഞാൻ ആറ്റുവാൽ പൊങ്കാല എൻ്റെ വീട്ടിലാണ് ഇട്ടത്. അമ്പലത്തിൽ പോയി തൊഴുവും, പിന്നെ വീട്ടിൽ പൊങ്കാല ഇടും. അങ്ങനെ ഇത്തവണയും ആറ്റുവാൽ പൊങ്കാല വീട്ടിലിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ അടുപ്പൊക്കെ കൂട്ടി കലത്തിൽ വെള്ളമൊക്കെ വെച്ച് പൊങ്കാലയ്ക്ക് അങ്ങനെ കൊതുമ്പും ചൂട്ടൊക്കെ എടുത്ത് വെച്ച് 9:45 ആറ്റുവാൽ തീ കൊളുത്തുന്ന സമയത്ത് ഞാനും ഇവിടെ തീ കൊളുത്തും പൊങ്കാലയ്ക്ക്. അതിനുശേഷം പൊങ്കാല ഇടും. ഇത്തവണയും അങ്ങനെ ഞാൻ പൊങ്കാല ഇടാമെന്ന് വിചാരിച്ചു. എനിക്ക് അത്രയും ദൂരം പോകാനും തിരക്കുമൊക്കെ കൊണ്ട് പറ്റത്തില്ല. ട്രെയിനിലൊക്കെ പോയി വരുമ്പോൾ ഭയങ്കരമായ ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ച് ഇവിടെ എൻ്റെ വീട്ടിൽ തന്നെ ആറ്റുവാലമ്മയ്ക്ക് പൊങ്കാല ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒത്തിരി പേരുണ്ട് കേട്ടോ, ഈ ഏരിയയിലൊക്കെ ഒത്തിരി പേര്. പോകാൻ പറ്റാത്തവരൊക്കെ വീട്ടുകളിലാണ് പൊങ്കാല ഇടുന്നത്. അങ്ങനെ ഞാനും പൊങ്കാലയൊക്കെ ഇട്ട് നിലവിളക്കൊക്കെ ഒരുക്കി പഴവും കർപ്പൂരവും ചന്ദനത്തിരിയും ഒക്കെ വെച്ച് ഒരുക്കി. ഇനി പൊങ്കാലയ്ക്ക് തീ കൊളുത്താൻ സമയം ആയി വരുന്നുണ്ട്. അങ്ങനെ പൊങ്കാലയ്ക്ക് ഞാൻ തീ കൊളുത്തേണ് 9:45. അപ്പം പിന്നെ പൊങ്കാലയ്ക്ക് തീ കത്തിക്കാൻ സമയമായി. അങ്ങനെ ഞാൻ വിളക്കിന്ന് ചൂട്ടിൽ ദീപം കത്തിച്ചു പൊങ്കാല അടുപ്പിലേക്ക് വയ്ക്കുകയാണ്. അങ്ങനെ അങ്ങനെ ആറ്റുവാലമ്മയെ മനസ്സിൽ നേർന്നുകൊണ്ട് ഞാൻ പൊങ്കാലക്കലത്തിൽ ദീപം കൊളുത്തി. അതിനുശേഷം തീയൊക്കെ കത്തി തിളച്ച് വന്നപ്പോൾ, വെള്ളമൊക്കെ തിളച്ചപ്പം ഞാൻ അരി കഴുകി ഇടാനായിട്ട് പോവുകയാണ്. മനസ്സിൽ അമ്മയെ പ്രാർത്ഥിച്ചു, അമ്മയെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവണേ അമ്മയെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ പൊങ്കാല അടുപ്പിന് തീ കത്തിച്ചത്. എന്തായാലും നല്ല കാറ്റായിരുന്നു കേട്ടോ. നമ്മൾ പൊങ്കാല അടുപ്പിൽ തീ കത്തിച്ചപ്പോൾ നല്ല കാറ്റ്, ഭയങ്കരമായ, നമ്മൾ അമ്പലത്തിൽ പൊങ്കാലയ്ക്ക് തീ കത്തിക്കുമ്പോൾ ഭയങ്കരമായ ഒരു കാറ്റ്, അതുപോലെ അമ്പലത്തിൽ കാറ്റ് പോലെ തന്നെ നമ്മുടെ വീട്ടിൽ പൊങ്കാലയ്ക്ക് തീ കൊളുത്തിയപ്പോഴത്തേക്ക് നല്ല കാറ്റ്. അങ്ങനെ എന്തായാലും വെള്ളം തിളച്ച് അരി കഴുകി ഇടാൻ പോവുകയാണ്. ദേവിയെ മനസ്സിൽ വിചാരിച്ച് അരി കഴുകി 3 പ്രാവശ്യം കലത്തിന് ചുറ്റും ഒഴിഞ്ഞ് ഞാൻ പൊങ്കാലക്കലത്തിൽ അരിയിട്ടു. കഴിഞ്ഞ കൊല്ലവും അമ്പലത്തിൽ പോയി തൊഴുതതിന് ശേഷം ഞാൻ വീട്ടിലാണ് പൊങ്കാല ഇട്ടത്. അപ്പോൾ എനിക്ക് മനസ്സിൻ്റെ ഒരു വിഷമയോ, അമ്മയെടുത്ത് പോയി ഇടാൻ പറ്റിയില്ലല്ലോ എന്ന്. പക്ഷേ ഞാൻ പൊങ്കാല ഇട്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു ബലിക്കാക്ക വന്നു. ആ ബലിക്കാക്ക ഞാൻ പൊങ്കാല ഇടുന്നിടം വരെ അവിടെ ഇരുന്ന് പൊങ്കാല ഇട്ട് എൻ്റെ കയ്യിൽ നിന്ന് പ്രസാദവും മേടിച്ച് കഴിച്ചുകൊണ്ടാണ് ആ ബലിക്കാക്ക പോയത്. ഇത്തവണയും ഞാൻ നോക്കിയപ്പോൾ ആ ബലിക്കാക്ക വന്ന് കുറേ നേരം നിന്നു. പൊങ്കാല ഇടുന്നതിന് മുമ്പേ പോയി കേട്ടോ. ഇത്തവണയും വന്നപ്പോൾ എനിക്ക് സന്തോഷമായി. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ വീട്ടിൽ ഇടുന്നതിൽ ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് അടുത്ത വർഷവും വീട്ടിൽ ഇടണമെന്നാണ് ആഗ്രഹം. എന്തായാലും പ്രാർത്ഥനയോടെ ഞാൻ എല്ലാവർക്കും വേണ്ടി, എനിക്കും എൻ്റെ കുടുംബത്തിന്, എൻ്റെ ലൈവിലുള്ള എനിക്ക് കുറേ സുഹൃത്തുക്കളുണ്ട്, അവർക്കും ഒക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചാണ് ആറ്റുവാലമ്മയ്ക്ക് പൊങ്കാല ഇട്ടത്. എല്ലാവർക്കും നല്ലത് വരണേ എന്ന് വിചാരിച്ചാണ് ഞാൻ പൊങ്കാല ഇട്ടത്. എൻ്റെ കുറേ കൂട്ടുകാർ ലൈവിലുണ്ട്, അവർക്കൊക്കെ വീഡിയോ ഇടണേ എന്ന് പറഞ്ഞു, വലിയ വീഡിയോ ഇടണേ ചേച്ചി എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഈ വലിയ വീഡിയോ ഇട്ടത്. അതുകൊണ്ട് എല്ലാവരും എൻ്റെ വീഡിയോ കാണണം. അങ്ങനെ ഞാൻ പൊങ്കാല കലത്തിൽ അരിയിട്ടത് തിളച്ചു, പതയൊക്കെ വന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് എല്ലാവർക്കും വേണ്ടി കേട്ടോ, എൻ്റെ സുഹൃത്തുക്കൾക്കും എൻ്റെ ഭർത്താവിനും മക്കൾക്കും നമ്മുടെ നാട്ടിനും ഒക്കെ വേണ്ടി പ്രാർത്ഥിച്ച് ആണ് ഞാൻ പൊങ്കാല ഇട്ടത്. എന്തായാലും പൊങ്കാലയ്ക്ക് ഞാൻ അരിയും തേങ്ങയും ശർക്കരയും നെയ്യും ഒക്കെ ഒഴിച്ച് പഴമൊക്കെ ഒഴിച്ചാണ് ഞാൻ പൊങ്കാല ഇട്ടത്. ആറ്റുവാൽ ക്ഷേത്രത്തിൽ പോയി പൊങ്കാല ഇടാത്തതിൻ്റെ ഒരു വിഷമവും തോന്നിയില്ല കേട്ടോ. മനസ്സിന് നല്ല സന്തോഷം തോന്നി. അമ്മയുടെ സാന്നിധ്യം നമുക്കുള്ളതുപോലെ തോന്നി. എന്തായാലും ഞാൻ പൊങ്കാല ഇട്ടു, അമ്മയ്ക്ക് വേണ്ടി സമർപ്പിച്ചു, മനസ്സുകൊണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. ആറ്റുവാൽ ക്ഷേത്രത്തിൽ പോയി പൊങ്കാല ഇടാൻ പറ്റാത്തവരൊക്കെ അമ്മയെ മനസ്സിൽ വിചാരിച്ച് വീട്ടിൽ പൊങ്കാല ഇട്ടാൽ അമ്മ ആ പൊങ്കാല സമർപ്പിച്ചാൽ അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെടും. ആരും വിഷമിക്കേണ്ട. ആറ്റുവാൽ പോകാൻ പറ്റാത്തവർ വീട്ടിൽ പൊങ്കാല ഇട്ടാൽ മതി. അമ്മയെ മനസ്സിൽ വിചാരിച്ചാൽ നമുക്ക് മനസ്സിന് ഒരു സംതൃപ്തിയാണ്, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും നടക്കും. ആദ്യമായിട്ട് ഞാൻ ആറ്റുവാൽ ക്ഷേത്രത്തിൽ പൊങ്കാല ഇടാൻ പോകുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എനിക്കറിയില്ല, ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചിയായിട്ടാണ് പൊങ്കാലയ്ക്ക് പോകുന്നത്. അവിടെ ചെന്നിട്ട് ഞങ്ങൾ അമ്മയെ കാണാൻ തൊഴുവാൻ അമ്പലത്തിൽ പോയി. അമ്പലത്തിൽ ചെന്നിട്ട് ഭയങ്കരമായ ജനം. ആ ജനത്തിനിടയിൽ എൻ്റെ കൂടെ വന്ന ചേച്ചീനെ കണ്ടില്ല, വരിയിൽ കണ്ടില്ല. ഞാൻ അവിടെയൊക്കെ നോക്കിയിട്ട് അവരെ കണ്ടില്ല. ഞാൻ അമ്പലത്തിനടുത്ത് എത്താറായിട്ടും അവരെ കാണാനില്ല. ഞാനങ്ങനെ കരഞ്ഞു, ദേവി എനിക്ക് തിരിച്ച് പോകാൻ അറിയില്ല. ഏതോ ഒരു വീട്ടിൽ കലം കൊണ്ട് വെച്ചേക്കാണ്, നമ്മളെ പൊങ്കാല സാധനങ്ങളെല്ലാം വെച്ചേക്ക്. ആ വീട് എനിക്ക് അറിയില്ല, നല്ലതായിട്ട് അറിയില്ല. അങ്ങനെ ഞാൻ ദേവിയുടെ അടുത്ത് നിന്ന് കരഞ്ഞു, ദേവി എന്നെ അറിയാവുന്ന ഒരാളിനെ കാണിച്ചു തരാം. പെട്ടെന്ന് ഞാൻ തിരിഞ്ഞു നോക്കിയതും എൻ്റെ അടുത്ത് ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള ചേച്ചിമാർ നിൽക്കുന്നു. ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്ക് ഇന്ന സ്ഥലത്ത് പൊങ്കാല ഇടാനായിട്ട് സാധനങ്ങളെല്ലാം ഒരു വീട്ടിൽ വെച്ചേക്കാണ്, പക്ഷേ എങ്ങോട്ട് പോകണമെന്നറിയില്ല, ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏത് വഴിയാണ് ആ വീട്ടിലെത്തേണ്ടതെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഒരു ചന്തേര അടുത്താണ്, ഞങ്ങളൊരു വീട്ടിലാണ് പൊങ്കാല ഇടാൻ പോയത്. എൻ്റെ കൂടെ വന്ന് അവരെന്നെ അവിടെയാണ് കൊണ്ടുപോയത് ആ ചേച്ചി. അപ്പോഴത്തേക്കും ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിനി തിരിച്ച് എങ്ങോട്ട് പോകണമെന്നൊന്നും അറിയില്ല, എൻ്റെ കൂടെ വന്ന ചേച്ചീനെ കണ്ടതുമില്ല. അങ്ങനെ അവർ പറഞ്ഞു, ഞങ്ങൾക്കറിയാം, നീ അമ്പലത്തിൽ തൊഴുതിട്ട് വാന്ന് പറഞ്ഞു. ഞങ്ങൾ തൊഴുതു. അവിടെ നിന്ന് അയ്യപ്പ ക്ഷേത്രത്തിൽ വന്നു. അവിടെ ചെന്ന് മൈക്കിൽ വിളിച്ച് പറഞ്ഞു, ഇന്ന ആളിനെ കണ്ടില്ല, ഇന്ന ആൾ അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വരണമെന്ന് പറഞ്ഞിട്ട് അവരെന്നെ കൊണ്ടുവന്ന് ആ പൊങ്കാല സാധനങ്ങൾ ഞാൻ ഒരു വീട്ടിൽ വെച്ചിരുന്നു, ആ വീട്ടിൽ കൊണ്ടുവന്ന് എന്നെ ആക്കിയിട്ട് പറഞ്ഞു, ഇതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് തന്നെ ഞാൻ വന്ന വീട്, ഇവിടെയാണ് അവരെന്നെ കൊണ്ടുവന്നത്.
അങ്ങനെ എൻ്റെ പൊങ്കാല ഇടാനുള്ള സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് സന്തോഷമായി. ഞാൻ ആദ്യം പേടിച്ചു, ഇനി എങ്ങോട്ട് പോകണം. ഞാൻ അമ്മയുടെ അടുത്ത് നിന്ന് കരഞ്ഞു, അമ്മോ എൻ്റെ കൂടെ വന്നവരെ കാണുന്നില്ല, ദേവി എന്നെ ആരെങ്കിലും എനിക്കറിയാവുന്ന ഒരാളിനെ കാണിച്ചാന്ന്. കണ്ണ് നിറഞ്ഞ് എൻ്റെ കണ്ണിൽ കൂടി കണ്ണുനീരൊഴുകിയപ്പം ദേവി പെട്ടെന്ന് ഞാൻ തിരിഞ്ഞു നോക്കിയതും എനിക്കൊരാളിനെ കാണിച്ചു തന്നൊരു ചേച്ചീനെ, ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള. അപ്പോൾ എൻ്റെ മനസ്സിന് സന്തോഷമായി. അതാണ് പറഞ്ഞത്. അതിനുശേഷം എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. അങ്ങനെ ഞാൻ എല്ലാ വർഷവും എന്നെക്കൊണ്ട് ഒക്കുന്ന വർഷങ്ങളിലെല്ലാം ഞാൻ ആറ്റുകാൽ ക്ഷേത്രത്തിൽ പൊങ്കാല ഇടാൻ പോകുമായിരുന്നു.